ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു XD Mania. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 7K സബ്സ്ക്രൈബേഴ്സ്, അതായത് 7000 ഡിസൈനേഴ്സ് അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു വേളയിൽ നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾക്കും ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. കാരണം കേരളത്തിൽ നമുക്കിങ്ങനെ ഒരു ചെറിയ ചാനൽ തുടങ്ങിക്കൊണ്ട് ഇത്രത്തോളം ഡിസൈനേഴ്സ് മാത്രമായിട്ടുള്ള ആൾക്കാരെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. അപ്പോൾ 7K, അതായത് 7000 ഡിസൈനേഴ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ UX-നെ കുറിച്ച്, ഡിസൈനിങ്ങിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ചാനൽ എന്ന നിലയിൽ, കേരളത്തിലെ ഡിസൈനേഴ്സ് മാത്രം അടങ്ങുന്ന ഒരു ചെറിയ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഇത്രത്തോളം ആൾക്കാരെ നമുക്ക് ഒരുമിച്ച് ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മളോട് നമ്മുടെ വീഡിയോ കണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ചും എല്ലാ അർത്ഥത്തിലും നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എല്ലാ പ്രാവശ്യവും ഓരോ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിയുമ്പോഴും നമ്മളൊരു ഗിവ് അവേ പ്രോഗ്രാം നടത്താറുണ്ട്. അപ്പോൾ ഇത്തവണയും നമ്മൾ അതുപോലെ തന്നെ ഒരു 7K ആയപ്പോൾ ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഗിവ് അവേയും കൂടെ അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. എല്ലാവരും ഓർക്കുക, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഡിസൈൻ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, അത് ഗ്രാഫിക്സിലോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലേക്കും UI ലെവലിലേക്കും UX ലെവലിലേക്കൊക്കെ അവരുടെ ഒരു കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഒരു നെക്സ്റ്റ് ലെവൽ ഫ്യൂച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള സഹായങ്ങൾ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിലൂടെ നമ്മളിടുന്ന എല്ലാ വീഡിയോസുകളും എല്ലാ അർത്ഥത്തിലും ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഉള്ള കണ്ടന്റുകളാണ്. അല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു ബ്ലോഗോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടന്റ്സോ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും ഓർക്കുക, നമ്മുടെ ഇതരമായിട്ടുള്ള ഫീൽഡിൽ നിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റ് മനസ്സിലുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൽ വന്നുകൊണ്ട്, അതായത് നമ്മുടെ ചാനൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ പ്ലേലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്ലേലിസ്റ്റുകളും കാണാം. ആ പ്ലേലിസ്റ്റിലായിട്ട് നിങ്ങൾക്ക് ഓരോന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് UX UI, അല്ലെങ്കിൽ എന്താണ് Adobe XD, അല്ലെങ്കിൽ എന്താണ് ഫിഗ്മ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ കളേഴ്സിന് പ്രത്യേകിച്ച്, അതിൻ്റെ ടൈപ്പോഗ്രാഫി, അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ഡിസൈൻ സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു നല്ലൊരു ബേസ്മെൻറ്റ് ഉണ്ടാക്കാൻ ഈ വീഡിയോസുകളെല്ലാം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഡിസൈനിങ് ഇൻഡസ്ട്രിയിലുള്ളവർക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഡിസൈൻ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ തന്നെ ആവശ്യമുള്ള ഈ വീഡിയോസുകൾ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ലെവൽ കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ മറ്റും നിങ്ങൾ നേരിടുന്നോ, എന്തെങ്കിലും തരത്തിലുള്ള പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഒരു സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വരാം. നമ്മുടെ പേരിൽ UX UI Mania എന്ന പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പോ ഒന്നുമില്ല. നമുക്ക് UX UI Mania എന്ന പേരിലുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് മാത്രമേ നമ്മൾ റൺ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജിലൂടെ ചോദിക്കാവുന്നതാണ്. അതിൽ മാക്സിമം എന്നെക്കൊണ്ട് ഒക്കുന്ന ടൈം കിട്ടുമ്പോഴെല്ലാം തന്നെ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം. അപ്പോൾ എനിവേ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിച്ച് വരുന്ന ഒരു മീഡിയ. വളരെ ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ പേഴ്സണലായിട്ട് ഫോൺ നമ്പർ പോലും കൊടുക്കാറുള്ളൂ. അല്ലാതെ എല്ലാം തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെയാണ്, മെസ്സേജിലൂടെ തന്നെയാണ് ചാറ്റ് ചെയ്തും വോയിസ് ഇട്ടൊക്കെയാണ് ആൾക്കാരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിവേ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്തേക്കുക. എന്ത് സംശയങ്ങൾ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഡിസൈൻ സാമ്പത്തികമായിട്ടുള്ള രീതിയിലുള്ള ഹെൽപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജായിട്ട് ചോദിക്കാം. മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിവേ ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. നമുക്ക് നേരെ നമ്മുടെ ഗിവ് അവേ പ്ലാനിലേക്ക് വരാം. ഗിവ് അവേ ഈ ഒരു പ്രാവശ്യം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്പ്രിൻറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അത് ഈ ഒരു സ്പ്രിൻറ്റ് എന്ന് പറയുന്ന ബുക്ക് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്ങിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, UX എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രോബ്ലം സോൾവിങ് എന്നാണ് പ്രധാനപ്പെട്ട ഒരു അർത്ഥം. അതായത് ഒരു വലിയ പ്രശ്നത്തെ കണ്ടെത്തിക്കൊണ്ട് അത് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തുക, അതിനെപ്പറ്റി നല്ലൊരു ഐഡിയ കണ്ടെത്തുക, ഇതൊക്കെയാണ് UX കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മളെ സഹായിക്കുന്ന കുറേ പുസ്തകങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഓരോ ഗിവ് അവേ ആയിട്ട് കൊടുത്തു വരുന്നത്. അതിൽ ഓരോ പുസ്തകങ്ങളും ഓരോ ആൾക്കാർക്ക് അത് കിട്ടുന്നുണ്ടോ, അവർ വായിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ തന്നെ സന്തോഷമാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയട്ടെ, നമ്മൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങളും മറ്റുമൊക്കെ ഇടുന്നത്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഗിഫ്റ്റുകൾ, എന്തെങ്കിലും ഗുഡീസൊക്കെ ഗിവ് അവേ ആയിട്ട് തരണമെന്ന്. അപ്പോൾ അതൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള ഗിഫ്റ്റുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനേഴ്സ് അല്ലാത്ത ആൾക്കാരും ഒരുപാട് പേര് ഈ ചാനലിലേക്ക് വന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് മെമ്പേഴ്സ് ആവാനുള്ള സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഗിവ് അവേ ആയിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ എനിവേ ഈ ഒരു പുസ്തകം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള നല്ലൊരു പുസ്തകമാണ് ഈ സ്പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സാധാരണ എല്ലാ തവണയും നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ ഈ ചാനലിനെ കുറിച്ച് അല്ലെങ്കിൽ വീഡിയോസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ കണ്ടൻറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം അഭിപ്രായം എന്തായിരുന്നാലും ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആ കമൻറ്റ് രേഖപ്പെടുത്തിയത് ജസ്റ്റ് ഒരു പ്രിൻ്റ് സ്ക്രീൻ എടുക്കുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന് മെസ്സേജിലായിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാവരുടെയും പേരുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയും അതിൽ മാനുവലായിട്ട് തന്നെ ഓരോരുത്തരുടെയും പേര് എഴുതി അതിൽ നിന്ന് ഒരു വിന്നറെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത്. അതുതന്നെയാണ് ഇത്തവണയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ എന്ത് അഭിപ്രായമായിരുന്നാലും ഈ ചാനലുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകൾ ഇനി വല്ലതും വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, ഈ ചാനലിനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മറ്റുള്ള ഇതര തലങ്ങളിലൂടെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താം, അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം അഭിപ്രായം ഇവിടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കമൻറ്റ് ഒരു പ്രിൻ്റ് സ്ക്രീൻ എടുക്കുക, ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ആ പേസ്റ്റ് ചെയ്ത എല്ലാ ആൾക്കാരെയും നമ്മൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വിന്നറെ ഈ വരുന്ന നെക്സ്റ്റ് സാറ്റർഡേ, അതായത് 26-ാം തീയതി നെക്സ്റ്റ് സാറ്റർഡേ ആയിട്ട് രാവിലെ 10 മണിക്ക് നമ്മൾ വിന്നറെ കണ്ടെത്തി ആ വിന്നറുടെ പേര് വിവരം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായിട്ട് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്ത് വരാറുള്ളത്. ഇത്തവണ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, പുതുതായി വന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതെന്ന് മാത്രം. അപ്പോൾ എനിവേ എല്ലാവരും ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കുക, എല്ലാവരുടെയും കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ഇൻസ്റ്റാഗ്രാമിലായിട്ട് മെസ്സേജായിട്ട് നിങ്ങളുടെ ആ ഒരു സ്ക്രീൻഷോട്ട് പേസ്റ്റ് ചെയ്യുക. അടുത്ത സാറ്റർഡേ നമുക്ക് ഒരാൾ ഈ ഒരു പുസ്തകത്തിന് വിന്നറായി മാറും. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം നമ്മളിവിടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിലൂടെ. ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും എല്ലാ ഡിസൈനേഴ്സിനും നമ്മുടെ കേരളത്തിൽ നിന്നും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇപ്പോൾ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ മലയാളത്തിലുള്ള കണ്ടന്റിനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാൻ വേണ്ടി അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊരു ചാനൽ തുടങ്ങണം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മളിപ്പോൾ കുറേ വീഡിയോസുകൾ ഇപ്പോൾ ആയതുകൊണ്ട് ഓൾറെഡി ഇനി ഇതൊരു മറ്റൊരു ഭാഷയിലേക്ക് അഥവാ ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ ഇത് എത്രമാത്രം അക്സെപ്റ്റൻസ് കിട്ടും എന്നുള്ള കാര്യത്തിലൊരു ചെറിയ സംശയം നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അതായത് ഇതൊരു ഇംഗ്ലീഷിലേക്കും കൂടെ ഈ കണ്ടൻറ്റ് മാറ്റിയാൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച്. കാരണം ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു ഒരുപാട് ചാനലുകൾ ഓൾറെഡി ലോകമെമ്പാടുമുണ്ട് ഇംഗ്ലീഷിൽ കണ്ടൻറ്റുകൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇംഗ്ലീഷ് വീഡിയോസുകൾ കണ്ടുകൊണ്ട് എല്ലാ ഡാറ്റാസുകളും അവർക്ക് മനസ്സിലാക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിത് മലയാളത്തിൽ തന്നെ ആദ്യം തന്നെ സ്റ്റിക്ക് ചെയ്തത്. അപ്പോൾ ഇൻ കേസ് അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഞാൻ കഴിയുന്നത്ര ആൾക്കാർ ചോദിക്കുന്ന ചില സംശയങ്ങൾ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ വോയിസ് ക്ലിപ്പായിട്ട് ഇംഗ്ലീഷിൽ ഞാൻ അവർക്ക് പുറത്തുള്ള ഒരുപാട് നമ്മുടെ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും കുറേ ആൾക്കാരൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അവർക്കൊക്കെ ഞാൻ വോയിസ് ആയിട്ട് റിപ്ലൈ ചെയ്യാറുണ്ട്. എനിവേ ഇതൊരു ടോപ്പിക്കാണ് ആക്ച്വലി. എന്നാൽ നമുക്ക് തൽക്കാലം നമ്മളിപ്പോൾ മലയാളത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ എന്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്വന്തം ചാനൽ എന്ന നിലയിൽ കേരളത്തിൽ ഡിസൈനേഴ്സിന് വേണ്ടുന്ന നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസൈനേഴ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചാനൽ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ ഇവിടെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമുക്ക് ഒരുപാട് ഇത്തരം സഹായം തരികയും എല്ലാ തരത്തിലും നമ്മളോട് മെസ്സേജുകളായിട്ടും നമ്മളോട് എല്ലാ അർത്ഥത്തിലും നമ്മളെ കൂടുതൽ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാ ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്യുക. കാര്യം ഇത്തരത്തിലൊരു പുസ്തകം അവർക്ക് ഗിവ് അവേ ആയിട്ട് കിട്ടുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അതുപോലെ ആസ് യൂഷ്വൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാര്യം ഒരുപാട് പേർക്ക് ഇതിൻ്റെ വീഡിയോസുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാറുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ജസ്റ്റ് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. എങ്കിലും എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.